58 സീറ്റോളം ഇളകാത്ത സീറ്റ് ഉണ്ടെന്ന് പറയുന്നത്. 58 സീറ്റിൽ ഞാൻ പറഞ്ഞിട്ടെ, മുസ്ലിം ലീഗിന് നിങ്ങൾ ഞാൻ വേണേ മണ്ഡലങ്ങൾ പറഞ്ഞ ഒരു 20-22 മണ്ഡലങ്ങൾ അവർ പിടിക്കും. ഓരോ സീറ്റ് അവരെ വീട്ട് ഷുവറായിട്ട് പിടിക്കും. 18 കൂടുതൽ എന്തായാലും 20 സീറ്റിൻ്റെ അടുത്തുണ്ടോ. പിന്നെ കോൺഗ്രസ് പേരാമ്പ്ര എന്താ സ്ഥിതി? പേരാമ്പ്ര ഭയങ്കര ടൈറ്റ് മത്സരം. പേരാമ്പ്ര നല്ല സ്ഥാനാർത്ഥിയാണ്. ആ ചെറുപ്പക്കാരത്തി കുട്ടി നല്ല മത്സരം അവിടെ. കാരണം ജനങ്ങളെ കയ്യിലെടുക്കുന്നുണ്ട്. പണ്ട് ഇവർ നിന്ന സമയത്തുണ്ടായിരുന്നു ആരും കേരള കോൺഗ്രസിന്റെ മന്ത്രിയില്ലേ ഇപ്പോഴത്തെ റോഷി അഗസ്റ്റിനും പണ്ട് കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ പണ്ട് പേരാമ്പ്ര മത്സരിച്ചിരുന്നു. ജനങ്ങളെല്ലാം കയ്യിലെടുത്തിരുന്നു. അതുമാതിരി ഇവള് കുറ്റിച്ചിറക്കാരത്തിയാണ്. പക്ഷെ നല്ല സോഷ്യലാ, ഒരു മുസ്ലിം എന്നുള്ള ഇതൊന്നുമില്ല. സോഷ്യലായിട്ട് എല്ലാവരുടെയും നല്ല ഇതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ 2000 അവിടെ പണ്ട് നിന്നൊരു സ്ഥാനാർത്ഥിയാണ് മുഹമ്മദ് ഇക്ബാൽ, കേരള കോൺഗ്രസിൽ. അയാളിപ്പോൾ UDF-ലേക്ക് മാറിയാണ്. പഴയ മന്ത്രി ടി പി രാമകൃഷ്ണൻ. പക്ഷേ അത് നൊച്ചാട് മണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പഴയ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലല്ലോ ഇതാണ്. കാരണം അത് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ചില കാര്യങ്ങളെ പറ്റിയുള്ള, അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ പാർട്ടിയിലുള്ളവർ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ പുതിയ ആൾ വരട്ടെ എന്നുള്ള കാഴ്ചക്കാരുണ്ട്. പിന്നെ ഈ പെരുവണ്ണാമുഴ, കൂരാച്ചുണ്ട് ആ ഏരിയയിലെ മുസ്ലിം പ്രദേശങ്ങൾ, പന്തിരിക്കര, പേരാമ്പ്ര ടൗണ്, മേപ്പയ്യൂർ, അതല്ലോ ആ സ്ഥലങ്ങളിൽ മുസ്ലിമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി, ഒരു വിദ്യാഭ്യാസമുള്ള കുട്ടി. അപ്പോൾ അതിലെല്ലാം കണക്കിൽ അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് പറയും. ഞാൻ ആ ഏരിയയിൽ നിന്നും കുറേ പോകുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടി പറയാം. അതുകൊണ്ട് കുറേ ട്രെൻഡ് മാറ്റമുണ്ട്. അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ചെയ്യുന്നത്. രാഷ്ട്രീയം എല്ലാത്തിനും അതിനുപരി ഒരു വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. പുതിയ കുട്ടി വരട്ടെ എന്നുള്ള അഭിപ്രായം ഒരാൾക്ക്. പാലക്കാടിന്റെ കാഴ്ചപ്പാട് പാലക്കാട് എന്ന് പറഞ്ഞാൽ സാധ്യത ഉണ്ടോ? അതായത് പാലക്കാട് എന്ന് വെച്ചാൽ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവരുണ്ടല്ലോ ഒരു ശോഭാ സുരേന്ദ്രൻ നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇപ്പം കുറച്ച് ദിവസം കൊണ്ടൊരു മാറ്റം വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ, ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥീനെ ഒരു തടുത്തിട്ടൊരു പ്രശ്നം വന്നില്ല അവിടെ. അതിലൊരുപാട് ട്രെൻഡ് മാറ്റമുണ്ട്. പിന്നെ നമ്മളെ പിഷാരടി ചെന്നപ്പോ പിന്നെ അവരുടെ ആ സ്ഥലത്ത് അതുണ്ട്. പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ പണ്ട് ഷാഫി പറമ്പിലിന് അവിടെ നല്ലൊരു കോട്ടയുണ്ട്. എവിടെയെന്നറിയോ, നമ്മളെ ഇതില്ലേ ഈ ബ്രാഹ്മണസിന്റെ ഒരു ഏരിയ കൽപ്പാത്തി, അത് ഉരുക്ക് കോട്ടയായി. ആർക്കും ഇളക്കാൻ പറ്റാതെ അവിടെ ഇളകിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് മറ്റേ ആൾ നല്ല സ്ഥാനാർത്ഥിയാണെങ്കിലും അതിന്റെ പേരിൽ നല്ല ടൈറ്റ് മത്സരം നടക്കാം, ഒന്നും പറഞ്ഞുകൂടാത്ത അവസ്ഥ. അത്രയല്ലേ. ഏതായാലും ഇപ്പോൾ നമ്മൾ റിസൾട്ട് കാണുമ്പോൾ നല്ല രസത്തിൽ കാണാം. രസത്തിൽ കാണാം. അതാണ്.